102 സീറ്റ് വാങ്ങി കേരളത്തിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി കേരള ജനത വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ഐക്യ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാന കക്ഷിയായ കോൺഗ്രസിന് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ കണ്ടെത്തുന്നതിൽ ഇത്രയധികം കാലതാമസം നേരിട്ടു എന്നുള്ളത് തീർച്ചയായും കാലതാമസം നേരിട്ടു എന്നുള്ളതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമല്ല ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ കാലതാമസം നേരിട്ട അനുഭവങ്ങൾ പ്രസിഡൻസ് വളരെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം അതല്ല, ഈ കാലയളവിനുള്ളിൽ നടന്നിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രചണ്ഡമായ ക്യാമ്പയിനുകളും സത്യത്തിൽ ജനാധിപത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ നിർഭരമായിട്ടുള്ള നടപടിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായ കാഴ്ചപ്പാട്. കാരണം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാലതാമസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥതയും അസ്വാരസ്യവും അത് താഴെ തലങ്ങളിൽ പോലും പ്രകടമാകുക, പ്രത്യക്ഷമായ പ്രകടനങ്ങൾ നടത്തുക, ഫ്ലക്സ് ബോർഡുകളും പ്രചരണ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കേരളം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു മുന്നണി രാഷ്ട്രീയാധികാരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ പരസ്പരമുള്ള തർക്കവിതർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഗുണകരമല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ RSPക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മിഷൻ 2026 ഞങ്ങളെടുത്ത ഒരു വലിയ വ്യക്തമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിലപാട്, ടീം UDF 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. അതും വിജയകരമായി തന്നെ സാക്ഷാത്കരിച്ചു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ UDFനെ വിശ്വാസത്തിലെടുക്കുന്നു, വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടി 102 സീറ്റ് നൽകി കേരളത്തിൽ അധികാരത്തിലെത്തിക്കുന്നു. പക്ഷേ അധികാരം ഏറ്റെടുക്കുന്നതിനും അതിന് ആവശ്യമായിട്ടുള്ള നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ വന്നിട്ടുള്ള അഭിപ്രായ വൈജാത്യം ഒരു സംശയവും വേണ്ട. വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടർമാരിലും മുന്നണി പ്രവർത്തകരിലും നേതാക്കളടക്കം എല്ലാവരിലും വലിയ തോതിലുള്ള നിരാശ ജനിപ്പിച്ചിട്ടുണ്ട്, നൈരാശ്യം വളർത്തിയിട്ടുണ്ട്.